ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് മൂന്നുണ്ടേക്ക് പോകട്ടെ. മൂന്നുണ്ടേക്കല്ല, പെരിഞ്ഞെന്തക്ക് പോകണം. പിന്നെ മൂന്നുണ്ടേയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം ഞാനും നിഷിയും കൂടിയിട്ടാട്ടാ പോണത്. നിഷി ഇപ്പോൾ വരും, അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റോട്ടിക്ക് കയറി നിന്നാട്ടാ. അവളും കൂടി വന്നിട്ട് വേണം, നമുക്ക് ഒരുമിച്ച് വേണം പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോണത്. ഞങ്ങളുടെ ഈ ഓട്ടോറിക്ഷയിൽ കയറി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബസ്സിനാണ് പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞങ്ങൾ വരുമ്പോഴത്തേനും ബസ് പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ പോകാമെന്ന് വെച്ചു. അങ്ങനത്തെ ഞങ്ങൾ KSF എത്തി. KSF ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകട്ടെ. അപ്പോൾ ഞാൻ KSF ഉള്ളിലൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ എപ്പോൾ പോയാലും അവിടെ തിരക്കുണ്ടാവും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടെന്ന് തോന്നുന്നുണ്ട് വല്ലാണ്ട് ആരും ഉണ്ടായില്ല, 2-3 പേരുണ്ടായുള്ളൂ കേട്ടോ. അങ്ങനത്തെ അവൾ ക്യൂ ഒക്കെ നിന്ന് കുറി അടയ്ക്കാൻ നിന്നു. ഞാൻ അപ്പത്തേനും വേറെ വീഡിയോ ഒക്കെ എടുത്തു. അതുപോലെ ഞങ്ങൾ കുറിയൊക്കെ അടച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് മൂന്നുണ്ടേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ മൂന്നുണ്ടേക്ക് പോകട്ടെ. ഞങ്ങൾ രണ്ടുപേരും വെയിലത്താട്ടാണ് നടന്നിട്ടാണ് പോണത്. നമുക്ക് അവിടെ നിന്ന് കുറച്ചുള്ളൂ നടക്കാനായിട്ട്. മൂന്നുണ്ടേക്ക് ഒരൊറ്റ സ്റ്റോപ്പിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തായാലും വിചാരിച്ചു ബസ്സിന് പോകണേ നല്ലത്, നമുക്ക് നടന്ന് പോകണതല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും നടന്നു കേട്ടോ. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. മൂന്നുണ്ടേ എത്തിയിട്ടാണ് നട്ടപ്പറ വെയിലത്ത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാന്താണെന്ന് ചോദിച്ചാൽ പ്രാന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം നടന്നുകൊണ്ടല്ലേ പോകേണ്ടത്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ നടന്നു. അപ്പം നല്ല വെയിലായിരുന്നു, നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുഖം. അതുപോലെ തന്നെ നമ്മുടെ മൂന്നുടി എത്തി. ഇതാണ് നമ്മൾ മൂന്നുടിയ. ഞങ്ങൾ സ്വർണം മേടിക്കാൻ വന്നതാട്ടാ. നമ്മൾ സ്വന്തം നെയ്യൻസിന്ന് 2-3 വള മേടിക്കാൻ വന്നതാട്ടാ. അങ്ങനത്തെ വളമൊക്കെ മേടിച്ചു. പിന്നെ അവിടെ കുറേ കമ്മലിൻ്റെയും വളകളുടെയും പാദസരങ്ങളും അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഒരുപാട് ഗോൾഡിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സീസണിക്ക് വന്നു കേട്ടോ. സീസണിക്ക് വന്നപ്പോൾ ഒരു പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റേതായ ഫെസിലിറ്റീസൊക്കെ ഉണ്ടെന്ന് പറയില്ലേ, അത് തന്നെ നല്ല സൗകര്യമുണ്ട്. നമ്മൾ സീസണിപ്പോൾ അത്യാവശ്യം നമുക്ക് ഓടി നടന്ന സാധനങ്ങളൊക്കെ തപ്പിയെടുക്കാം. അത് ഞാൻ ഡ്രസ്സുമ്മ വയ്ക്കാനായിട്ട് ലേസ് മേടിക്കാൻ വന്നതാട്ടാ. ഇതാണ് ഇത്രയും കളക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് പറ്റിയൊരു ലേസ് എടുത്തു. അതുപോലെ തന്നെ അതെ ഷോപ്പിൻ്റെ ഉള്ളിൽ വെറുതെ കാണിച്ചതാട്ടാ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പം ഞാൻ മേടിച്ച ലേസ് ഇതാണ് ഞാൻ നെക്ക് പോർഷനിലും അതുപോലെ തന്നെ കയ്യിലും അതുപോലെ തന്നെ ഷോളിലും വെക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ ചെയ്തു ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇറങ്ങി അപ്പം തന്നെ നമുക്കൊരു ഓട്ടോറിക്ഷ വന്നു. ഞങ്ങൾ അതിൽ കയറിയിട്ടാണ്. നമ്മളപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ, ബൈ ബൈ.